ഈ പുനർജന്മം കണ്ടെത്തുന്ന ഒരു ഭൃഗു സംഹിതയുണ്ട്. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അലക്സാണ്ടർ സാർ പറഞ്ഞതുപോലെ ആരെങ്കിലും അയാൾ അത് പറയുന്ന സമയത്ത് അയാൾ IPS എടുത്തതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ അത് കേൾക്കുന്നത്. അത് അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ഒരു കോന്തനിരുന്ന് പറഞ്ഞാലും അർത്ഥമൊന്നേ ഉള്ളൂ, വിഷയം അറിഞ്ഞുകൂടാ. ജെനറ്റിക്സ് പഠിക്കാനായിട്ട് ജേക്കബിനോട് പറയണം, അതാണ് നിങ്ങൾ എനിക്ക് വേണ്ടത്. ഇപ്പോൾ അലക്സാണ്ടർ ജേക്കബ് ഇരുന്ന് പറയുന്ന കഴിഞ്ഞ ജന്മത്തിനെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വെരിഫൈ ചെയ്യാൻ പറ്റും? ഏതൻ തോട്ടത്തിൽ നിന്ന് ആപ്പിളല്ല പഴം നിന്ന് പുറത്തോട്ട് ഇറങ്ങിയ അപ്പോൾ ചെയ്ത പാപം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ മുഴുവൻ പാപികളാണ്, ഞങ്ങൾ പാപികളാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ഇത് പിന്നെയും നമ്മൾ ഇനിയും വീണ്ടും വീണ്ടും അനുഭവിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ കഥ അനുസരിച്ച് അങ്ങനെയാണ്. ഇപ്പൊ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം ബാക്ക് മീഡിയയിൽ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം മുജ്ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രിയായിരുന്നു എന്നൊക്കെ. അദ്ദേഹത്തിന്റെ പുനർജന്മത്തെ കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. പല മാധ്യമങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഈ പുനർജന്മം എന്നൊന്നുണ്ടോ? അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഞാൻ ലോകത്ത് ഒരു സാധനം വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്. എനിക്ക് അറിയുന്ന കാര്യവും അറിയാത്ത കാര്യങ്ങൾ എന്നുള്ള ഡിവിഷനേ എനിക്കുള്ളൂ. അല്ലാതെ ഞാൻ എന്തെങ്കിലും വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. എന്നാൽ പുനർജന്മം ഉണ്ടോ? പുനർജന്മം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് മനുഷ്യർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് അവരനുഭവിക്കുന്നതെന്ന് അവർ കണ്ടെത്തി. അതൊരു ശരിയുണ്ട്. എന്താണ് ശരി? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് ഈ ഇരിക്കുന്ന മേശ, ഈ സാധനങ്ങളെല്ലാം ആളുകൾ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ പ്രവൃത്തിയുടെ ഫലം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയുള്ള അതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് പ്രവൃത്തിയുടെ ഫലമാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളതാണ് അതിൻ്റെ ന്യായമായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഒരു കുട്ടി ജനിക്കുന്നു, അതിന് കാലില്ല. കുട്ടി എന്ത് ചെയ്തിട്ടാണ് കാലില്ലാതായത്? എന്തെങ്കിലും ചെയ്യണ്ടേ? പ്രവൃത്തിയുടെ ഫലമാണല്ലോ നമ്മൾ അനുഭവിക്കണ്ടേ. കർമ്മസിദ്ധാന്തം എന്നാണ് അതിന് പറയുന്നത്. കർമ്മം അനുസരിച്ചിട്ട്. ഇത് ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ ആൾക്കാർ ആലോചിച്ചിട്ടുള്ളതാണ്. അപ്പം ആ കുട്ടി എങ്ങനെയാണ് കാലില്ലാതെ ജനിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഈ പറയുന്ന പ്രവൃത്തിയുടെ ഫലമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റില്ല. അതാണ് ആ സമയത്ത് ആലോചിച്ച ആളുകൾ കണ്ടെത്തിയതാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇയാൾ ജനിച്ചിരിക്കണം. അങ്ങനെ ആലോചിച്ചവർക്ക് ആ ഉത്തരവുണ്ട്. പക്ഷെ ഇത് എല്ലായിടും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്നത് ഇതിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇന്ത്യയെ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പ്രദേശം സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നാണ് നമ്മൾ പറയുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ മുഴുവനും ഇതിനു മുമ്പ് ഒരു ജന്മമുണ്ട്. ആ ജന്മം കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് അനുഭവിക്കുന്നത് അവർ കണ്ടുപിടിച്ചു. പക്ഷേ മിഡിൽ ഈസ്റ്റിന് അപ്പുറത്തോട്ടുള്ള ആൾക്കാരുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ നബിയുടെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ. അവർ ഇതേ പ്രശ്നം അനുഭവിച്ചിട്ടുണ്ട്. അവിടെ ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് അനുകൂലമായ പ്രവൃത്തിയെ പുണ്യമെന്നും നമുക്ക് പ്രതികൂലമായ പ്രവൃത്തിയെ പാവമെന്നാണ് അവർ തിരിച്ചത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. പാവവും പുണ്യവും ഇവിടെയുണ്ട്. അപ്പോൾ പുണ്യമായ പ്രവൃത്തികൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാം, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോശമാണെന്നുണ്ടെങ്കിൽ നരകത്തിൽ പോവാം. ഇങ്ങനെയുള്ള കഥകളെല്ലാം ഈ രണ്ട് സ്ഥലങ്ങളിലും ഉണ്ടായി. പക്ഷെ അവിടെ പുനർജന്മം കണ്ടുപിടിച്ചില്ല. യേശു ക്രിസ്തുവിനോട് ചോദിച്ചാൽ പുനർജന്മം അറിഞ്ഞൂടാ, നബിയോട് ചോദിച്ചാൽ പുനർജന്മം അറിഞ്ഞൂടാ, തോറ ഉണ്ടാക്കിയ മറ്റേ ജൂതന്മാരുടെ ചോദിച്ചാൽ അവർക്ക് പുനർജന്മം അറിഞ്ഞൂടാ. ഗിൽഗാമേഷ് എന്ന് പറഞ്ഞ ഒരു ഉണ്ട്, സൊറാസ്ട്രിയൻ മതം ഉണ്ടാക്കിയ ഇവർക്ക് ആർക്കും അറിഞ്ഞൂടാ പുനർജന്മം. പറയുന്ന അത് ഇത് പറഞ്ഞു തീർന്നില്ല, അത് മനസ്സിലാക്കണം. അവരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തിയ ഒരു ഉത്തരവുണ്ട്. അതിനെയാണ് ആദിഭാവം എന്ന് പറയുന്നത്. പുനർജന്മം കൊണ്ടാണ്, കഴിഞ്ഞ ജന്മം കൊണ്ടാണ് നിങ്ങൾ ഈ കാലില്ലാതെ ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികളായിരിക്കുന്നവരും ഇസ്ലാമിസ്റ്റുകളായിരിക്കുന്നവർക്കും ഒക്കെ ആദ്യത്തെ പാപം കൊണ്ടാണ്. ഏതൻ തോട്ടത്തിൽ നിന്ന് ആപ്പിളല്ല പഴം നിന്ന് പുറത്തോട്ടിറങ്ങിയ അപ്പോൾ ചെയ്ത പാപം, ആ പാപം കൊണ്ടാണ് ഈ ദുഃഖങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഈ രണ്ടുത്തരവാണ്. ഒരു കാര്യത്തിന് ഇങ്ങനെ രണ്ടുത്തരം പറയാവോ ന്യായമായിട്ട്? അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ മുഴുവൻ പാപികളാണ്, ഞങ്ങൾ പാപികളാണ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ്. ഇതിന് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം വേണം. ഒന്നീ നിങ്ങൾ പാപം ചെയ്യുന്നതായിട്ട് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മം ഉണ്ടാകണം. അല്ലാതെ ഇത് രണ്ടും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജനറ്റിക്സ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇത് രണ്ടും ഉള്ളത്. ജനറ്റിക്സ് അറിഞ്ഞുകൂടാ. ഈ രണ്ട് കൂട്ടർക്കും ജനറ്റിക്സ് ആണ് അറിഞ്ഞുകൂടാത്തത്.
നമുക്കിപ്പോൾ അറിയാം ജനറ്റിക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ട് കണ്ണില്ലാതെ ജനിച്ചു എന്നുള്ള കാര്യം നമുക്കിന്നറിയാം. മാത്രമല്ല നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിങ് ചെയ്യാൻ പറ്റും, ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പണ്ടാണെന്നുണ്ടെങ്കിൽ പാവമൊക്കെ ഇല്ലാതാക്കാനൊക്കത്തില്ല, അനുഭവിക്കേണ്ടതാണിത്. ഇപ്പൊ നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് പാവം എല്ലാം ഒഴിവാക്കത്തില്ലേ, ഹാർട്ടൊക്കെ മാറ്റി വയ്ക്കത്തില്ലേ. അപ്പൊ ഈ പാവം അനുഭവിച്ച് തീർക്കേണ്ടതാണെന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ് പ്രാരബ്ധം എന്ന് ഇന്ത്യക്കാരൻ പറയുന്നത്. അത് അനുഭവിക്കേണ്ടതാണെന്നാണ്. ഇത് മുഴുവൻ നമ്മൾ ചികിത്സിച്ച് മാറ്റുന്നില്ലേ ഇപ്പം. അപ്പൊ പിന്നെ ഇത് പിന്നെയും നമ്മൾ ഇനിയും വീണ്ടും വീണ്ടും അനുഭവിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ കഥ അനുസരിച്ച് അങ്ങനെയാണ്. ഈ കഥ മനുഷ്യനെന്ന് പറയുന്ന ജീവി അവർക്ക് യഥാർത്ഥത്തിൽ ലോകത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത സമയത്ത് അവർ കണ്ടുപിടിച്ച 2 ഉത്തരമാണ് പാപമാണെന്നും കഴിഞ്ഞ ജന്മം എന്ന് പറയുന്നത്. അത് അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ഒരു കോന്തനിരുന്ന് പറഞ്ഞാലും അർത്ഥമൊന്നേ ഉള്ളൂ, വിഷയം അറിഞ്ഞുകൂടാ. അല്ലാതെ ലോകത്തൊരിക്കലും നമുക്കിത് എടുക്കാൻ ഒക്കത്തില്ല, ഒരു സംശയവും നമുക്ക് വേണ്ട. പുനർജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ കണിശമായിട്ട് നിങ്ങൾക്ക് ജനറ്റിക് എഞ്ചിനീയറിങ് ചെയ്യാനൊക്കത്തില്ല. ജനറ്റിക് എഞ്ചിനീയറിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ് ചെയ്യുന്ന മാത്രമല്ല, നമ്മൾ പുതിയ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടാക്കും. ആ സാധനങ്ങളെല്ലാം ഇതുപോലെ കർമ്മസിദ്ധാന്തം അനുസരിച്ചിട്ടാണെങ്കിൽ അതൊന്നും ഉണ്ടാകത്തില്ല. കുരുവില്ലാത്ത മുന്തിരിങ്ങ ഇല്ലേ ഇപ്പോൾ, അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരിക്കലും ഉണ്ടാകത്തില്ല. കുരുവുള്ള മുന്തിരിങ്ങ ഉണ്ടാകത്തുള്ളൂ. കാരണം മുന്തിരിങ്ങ ഉണ്ടായ പഴം തിന്ന് അതിൻ്റെ കുരു പലയിടത്തും തുപ്പാനാണ് ഈ പഴമൊക്കെ അതുകൊണ്ട് ചെടികളെല്ലാം കണ്ടുപിടിച്ചത്. കുരു ഇല്ലാത്തത് എന്തോ ചെയ്യും? നമ്മുടെ വാഴപ്പഴം എടുത്ത് നോക്ക്, അതിൻ്റെ കുരു അവിടെ പോയി. എന്നേ ഇല്ലാത്ത വാഴ ഇപ്പം നമ്മൾ പറിച്ച് നട്ടിട്ടാണ് ഇത് വരുന്നത്. പുനർജന്മ സിദ്ധാന്തം അനുസരിച്ചിട്ടാണെങ്കിൽ പണി കഴിഞ്ഞതിൻ്റെ അതിന് തന്നെത്താൻ നടക്കാനൊക്കത്തില്ല. നമ്മളെപ്പോലൊരു ജീവി മാറ്റി നട്ടാലേ അത് കിളിക്കൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ പുനർജന്മം ഉണ്ടെന്ന് ഇവന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾ ഇന്ന് ഈ കണ്ടുപിടിച്ച മരുന്നുകൾ മുഴുവനും കൂടെ മറ്റേ 30-40 വയസ്സിനകത്ത് എല്ലാവരും ചത്തുകൊണ്ടിരുന്നവരാണ്, ഷഷ്ടിപൂർത്തി ആഘോഷിച്ചുകൊണ്ടിരുന്നവരാണ്. അതൊക്കെ ഇപ്പൊ 80-100 വയസ്സായിട്ട് മാറി. അച്യുതാനന്ദൻ തന്നെ 101 വയസ്സ് കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇവർ ഈ പറയുന്ന ഒരു കാര്യവും ഇന്ന് നടക്കാതായിട്ടുണ്ട്. കാര്യമുണ്ട്, മരുന്ന് കണ്ടുപിടിക്കുകയും വാക്സിൻ കണ്ടുപിടിച്ചതോടെ പണ്ടാണെങ്കിൽ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, ദൈവത്തിന് കോപം വന്നാൽ ഉടനെ പ്ലേഗ് പറഞ്ഞു വിടും. ഇപ്പൊ ദൈവത്തിന് തലകൊത്തി നിന്ന പ്ലേഗ് പറഞ്ഞു വിടാൻ പറ്റുമോ? പണി കഴിഞ്ഞില്ലേ? പക്ഷെ അതിനനുസരിച്ച് മറ്റു അസുഖങ്ങൾ വരുന്നുണ്ടല്ലോ. അത് വേറെ കാര്യമാണ്. പഴയ പോർട്ട്ഫോളിയോ പോയി. അതൊക്കെ പുതിയ രോഗങ്ങൾ വരുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഒരു മാസം കൊണ്ട് നിർത്തിയില്ലേ നമ്മൾ ഈ കൊറോണയൊക്കെ വന്നിട്ട്. പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു 10 കോടി ജനം ചത്തേനെ. ഈ സാധനത്തിനെ നേരിടാൻ നമുക്ക് പറ്റുമെന്ന് പറയുന്നത് ഈ ലോകത്തെ നമ്മൾ പറയുന്നത് ഈ കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത്, ഇന്ത്യക്കാരൻ്റെ കർമ്മസിദ്ധാന്തത്തിനകത്ത് ജന്മം ഉണ്ടെങ്കിൽ എന്താണ് യേശുക്രിസ്തുവിൻ്റെയും മുഹമ്മദ് നബിയുടെ നാട്ടിലുള്ളവരുടെ കർമ്മസിദ്ധാന്തത്തിനകത്ത് പാപം വേണം, എന്നാലേ ഇത് ഉത്തരം പറയാനൊക്കത്തുള്ളൂ. ഇത് രണ്ടും ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ ചികിത്സിച്ചാൽ ഭേദമാകുന്നതാണ്. അപ്പോൾ ഇതുമായി ചേർന്ന് മറ്റൊരു സംശയം ചോദിക്കട്ടെ. സോൾമേറ്റ്, പൂർവ്വജന്മത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന 2 വ്യക്തികൾ ഈ ജന്മത്തിൽ 2 ഇടത്താണെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യുമെന്നൊരു വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട്. അല്ല, ആളുകൾക്ക് വിശ്വസിക്കുന്നതിന് നമുക്ക് എന്താണ്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വെരിഫിക്കേഷൻ ഉള്ള ഒരു സാധനമാണോ 10 ജന്മം കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ പക്ഷെ ഇപ്പോൾ ഈ അലക്സാണ്ടർ സാർ പറഞ്ഞതുപോലെ ആരെങ്കിലും അയാൾ അത് പറയുന്ന സമയത്ത് അയാൾ IPS എടുത്തതുകൊണ്ട് മാത്രമാണ് ആൾക്കാരത് കേൾക്കുന്നത്. നിങ്ങൾ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. അതിൻ്റെ ലെജിറ്റിമേഷൻ വരുന്ന അവിടുന്ന്. അത് ഈ ഏത് നാട്ടിലുള്ളവനും ഒരുത്തൻ കോളേജിലും ഒക്കെ പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്ന തെറ്റ് അല്ലെങ്കിൽ അവൻ പറയുന്ന മനോരോഗം അത് ലെജിറ്റിമേറ്റായി തീരുന്നത് അയാളുടെ സാമൂഹികമായിട്ടുള്ള ഇതുകൊണ്ടാണ്. ഒരു എഞ്ചിനീയർ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ പറയണ്ടേ? ഡോക്ടർ പറയുമ്പോൾ മാത്രമാണ് ഈ വിവരക്കേടിന് ആഴവും പരപ്പും ഉണ്ടാകുന്നത്. നിങ്ങൾ പറഞ്ഞാൽ എടുക്കത്തില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ IPS എന്നുള്ള ടാഗ് കൊണ്ടാണത്, വേറെ ഒന്നുമില്ല. സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് വെച്ചാൽ മതി. അപ്പം തന്നെ ആൾക്കാരെല്ലാവരും കാരണം യഥാർത്ഥത്തിൽ ലോകത്തിനെ മാറ്റുന്ന വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ കാണുന്നതായിരുന്നു. നമ്മൾ സെൽഫോണൊക്കെ കണ്ടുപിടിക്കുന്നതല്ലേ, നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കാത്ത നിലവാരത്തിൽ. പണ്ടാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ എന്തെങ്കിലും ഒരുത്തൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ പറ്റിയുള്ളത് മഷിയിട്ട് നോക്കുക എന്നായിരുന്നു പറയുന്നത്. അവൻ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെന്ന് തെളിയിക്കാൻ പോലും അവിടെ പോയിട്ട് നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഇപ്പോൾ അലക്സാണ്ടർ ജേക്കബ് ഇരുന്ന് പറയുന്ന കഴിഞ്ഞ ജന്മത്തിനെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വെരിഫൈ ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും അത് വെരിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇനി ഞാൻ ചത്തിട്ട് ഞാൻ വേറൊരാളായിട്ട് ജനിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ പറയാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത് അലക്സാണ്ടർ ജേക്കബിൻ്റെ പ്രശ്നമാണ്. ഇത് എലൈലാമെന്ന് പറയുന്ന വിദ്വാൻ എന്താണ് ചെയ്യുന്നത്? ഇതേ സാധനമാണ് പറയുന്നത്.
അവിടെ ജനിച്ചിട്ടുള്ള ഒരു 500 ലാമമാരുണ്ട്, റിംബോച്ചമാരുണ്ട്. ഇത് മുഴുവൻ ഈ ഭരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ജനിച്ചവൻ തന്നെയാണ് വീണ്ടും ജനിക്കുന്നത്. ഇവർ നോക്കി നടന്ന ഒരു കൊച്ചിനെ കണ്ടുപിടിക്കും. കൊച്ചിന് ഒരു വിവരമില്ല. അവനോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ തവണ ചത്തുപോയ ലാമയുടെ ശരീരമാണ് തന്നെ എടുത്ത് ആത്മാവാണ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ കുട്ടിക്ക് എന്താ ചെയ്യാനൊക്കെ? ആ കുട്ടിയുടെ ജീവിതം പാട്. അതാണ് ആ എന്താണ് ജയരാജൻ ഉണ്ടാക്കിയൊരു സിനിമയില്ലായിരുന്നോ, അതിൻ്റെ പേര് മറന്നുപോയി. അതിനകത്ത് ഈ സന്യാസിയായിട്ട് വന്ന് പിടിച്ചോണ്ടങ്ങ് പോവുകയാണ് ഈ കൊച്ചിനെ. 3 വയസ്സ് 4 വയസ്സ് പോലും ആകത്തില്ല. അത്രയും കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട്. ഞാൻ ഈ എന്താണ് ഹിമാലയിൽ പോയി താമസിച്ചപ്പോൾ ഒരു മൊണാസ്ട്രിയിലായിരുന്നു. അവിടെ ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെ പിടിച്ചോണ്ട് വരും. പിടിച്ചോണ്ട് വരുന്നിട്ട് അന്നേ തീരുമാനിക്കും ഇവൻ ഇന്ന റിംബോച്ചയാണെന്ന്. അതുകൊണ്ട് ഇവൻ ഇത് അതിനനുസരിച്ച് ജീവിക്കാൻ ബാധ്യതയാണ്. രക്ഷപ്പെടാനൊക്കത്തില്ല അതിനകത്തൊന്നും. വേണ്ടാന്ന്. ഞാൻ ഇവിടെ കല്യാണം കഴിച്ച ഒരു റിംബോച്ച ഉണ്ട്. ഇവർക്ക് അയാൾ റിംബോച്ച അല്ലാതാകാനൊക്കത്തില്ല. കല്യാണം കഴിച്ചുകൂടാത്ത ആളായിട്ടാണ് അവരുടെ നിയമപ്രകാരം. പക്ഷെ അയാൾ കല്യാണം കഴിച്ചിട്ട് അയാൾ റിംബോച്ച എടുക്കാൻ. റിംബോച്ച മാറ്റാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇതൊക്കെ ഈ ഭരണ സംവിധാനത്തിന് വേണ്ടി കണ്ടുപിടിച്ച സാധനമാണ് ഈ ദലൈലാമയും ലാമമാരും ഈ റിംബോച്ചമാരും ഒക്കെ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ വേറൊരു സാധനവും ഇല്ല. അല്ലാതെ ഒരു ജന്മവും ഇല്ല. ജനറ്റിക്സ് ഉണ്ടാകുന്നത് വരെ ഇതൊക്കെ ഇങ്ങനത്തെ സിദ്ധാന്തങ്ങൾ നമുക്ക് വേണമായിരുന്നു ഇത് ലോകത്തിനെ മനസ്സിലാക്കാൻ. ഇന്ന് ആവശ്യമില്ല. അപ്പം ജനറ്റിക്സ് പഠിക്കാനായിട്ട് ജേക്കബിനോട് പറയണം. അതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. ഇപ്പോൾ സോൾമേറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ മുൻപ് ഒരുമിച്ച് ജീവിച്ചിരുന്നവർ ഈ ജന്മത്തിൽ കണക്ട് ആവുന്നു. ഇനി അതല്ലാതെ ഈ ജന്മത്തിൽ തന്നെ ഒരുമിച്ച് ജീവിക്കുന്നവർക്കിടയിൽ യഥാർത്ഥത്തിൽ ഈ സോൾമേറ്റ് എന്ന് പറയുന്ന സങ്കല്പമുണ്ടോ?